لله رب العالمين والعاقبة للمتقين وعلى آله اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജന്മമെടുക്കുന്നത് നമുക്കൊക്കെ സുപരിചിതമായ മക്ക എന്ന പ്രദേശമാണ്. ക്രിസ്താബ്ദം 571 ഒരു ഏപ്രിൽ മാസമാണ്. അറബ് പരിഗണിച്ച് പിറകോട്ട് നോക്കുമ്പോൾ റബീഉൽ അവ്വൽ 12 വരും. അതിന്റെ പുലർച്ചെ സുബഹി കഴിഞ്ഞ ഉടനെയാണെന്നാണ് പ്രബലമായ അഭിപ്രായം. ആ സമയത്താണ് ഹബീബായ തങ്ങളുടെ ജന്മം. എന്നാൽ ഇതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട കഥ അബ്ദുൽ മുത്തലിബ്, ഹബീബിന്റെ വലിയാപ്പ. ഇവർക്ക് 10 മക്കളുണ്ടായിരുന്നു. ആ 10 മക്കളുണ്ടാകാൻ അവർക്ക് നേർച്ച ഉണ്ടായിരുന്നു. നേർച്ച എങ്ങനെയായിരുന്നു? ദൈവത്തോട് പറഞ്ഞത്, എനിക്ക് 10 മക്കളുണ്ടായാൽ ഒരു മകനെ ഞാൻ ബലി കഴിപ്പിക്കും. അതായത് ക്ഷേത്രത്തിൽ സമർപ്പിച്ച് ബലി കൊടുക്കുന്നതായിരിക്കും എന്ന് അബ്ദുൽ മുത്തലിബ് അന്ന് ശപഥം ചെയ്തിരുന്നു. ഒരു നേർച്ചയുടെ ഭാഗമായിട്ട് അങ്ങനെ 10 മക്കളുണ്ടായി. അതിൽപ്പെട്ട ആരാണ്? അബ്ദുള്ള. ഹബീബിന്റെ ഉപ്പയായിരിക്കുന്ന അബ്ദുള്ള അതിൽപ്പെട്ടതാണ്. മഹാനായ അബ്ദുൽ മുത്തലിബിന് അബ്ദുള്ളയുമായിട്ട് നല്ല കണക്ഷനായിരുന്നു. ദൈവത്തിന് സമർപ്പിക്കപ്പെടുന്നതൊക്കെയും ഏറ്റവും പ്രീതിയുള്ളതും ഏറ്റവും വേണ്ടപ്പെട്ടതും ഇഷ്ടപ്പെട്ടതും ഒക്കെ ആവണം. അവൻ ലോകത്ത് വന്നത് ആർക്കാണ്? അബ്ദുള്ളയ്ക്കാണ്. അബ്ദുള്ളയെ ബലി കഴിക്കണം. പക്ഷേ ആ തറവാട്ടുകാരൻ ഖുറൈശി പങ്ക് ചേർന്നിട്ട് ആ സ്ഥലത്തെ ഇല്ലാതെയാക്കാൻ അവരെ കൊണ്ടാവുന്ന വിധത്തിൽ തീരുമാനിച്ചു. ഏറ്റവും ഒടുക്കം അബ്ദുൽ മുത്തലിബ് ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചു. ഒന്നുകിൽ അബ്ദുള്ള അല്ലെങ്കിൽ അബ്ദുള്ളക്ക് പകരമായിട്ട് 10 ഒട്ടകം. അപ്പൊ അതിനു വേണ്ടി നറുക്കെടുക്കണം. നറുക്ക് അബ്ദുള്ളക്ക് വേണം അബ്ദുള്ളയെ ബലി കൊടുക്കാൻ. നറുക്ക് ഒട്ടകത്തിനാണ് വീഴുന്നതെങ്കിൽ ഒട്ടകത്തെ കൊടുക്കുക. അങ്ങനെ ആദ്യം ശ്രമം നടത്തി അബ്ദുള്ളക്ക് കൊണ്ടു. അപ്പൊ ആളുകൾ ഒച്ചപ്പാടുണ്ടാക്കി നടക്കൂല. അപ്പൊ ആ 10 ഒട്ടകത്തെ പകരം പ്രായശ്ചിത്തമായിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അടുത്ത നടന്നിട്ടു. അടുത്തതും അബ്ദുള്ള, മൂന്നാമതും അബ്ദുള്ള, 4, 5, 6, 7, 8, 9, 10ാമത്തെ തവണ മാത്രമാണ് ഒട്ടകത്തിന് നറുക്കുന്നത്. 10 തവണ 10 വരി വെച്ച് നോക്കുമ്പോൾ എത്ര ഒട്ടകമായി? 100 ഒട്ടകം. അബ്ദുള്ളക്ക് പകരം 100 ഒട്ടകത്തെ കൊടുക്കുകയാണ്. പുസ്തകമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ബലിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട 2 ആളുകളുടെ മകനാണ്. ഒന്ന് സയ്യിദന ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്കും മറ്റൊന്ന് അബ്ദുള്ള എന്ന തന്റെ പിതാവിലേക്കും നോക്കിയിട്ടാണ് പുത്രനെ തങ്ങൾ തന്നെ പറഞ്ഞു പറയുന്നത്. ഏതായാലും ഹബീബായ തങ്ങൾക്ക് കാര്യത്തിന്റെ കരുത്തുണ്ട് എന്ന സൂചനയിലേക്ക് ആ വാക്യത്തെ പലപ്പോഴും ഉപയോഗപ്പെടുത്താറുണ്ട്. അബ്ദുൽ മുത്തലിബിന്റെ മക്കളിൽ ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ആ നിലയ്ക്ക് യൗവനത്തിലേക്ക് കടന്ന അബ്ദുള്ളക്ക് വേണ്ടിയിട്ട് ബനൂ സഹ്റ ഗോത്രത്തിലെ വഹബിന്റെ മകൻ ആമിനയെ കല്യാണം ആലോചിച്ചു. ബനൂ സഹ്റ ഗോത്രമാണ്, വഹബാണ് പിതാവ്. ആമിനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച നടത്തി കല്യാണം ഉറപ്പിച്ചു. കല്യാണം നടന്നു. ഏകദേശം 2 മാസവും ചില ദിവസം, 3 മാസത്തിലേക്ക് ആയിട്ടില്ല, 2 മാസം കഴിഞ്ഞിട്ടുണ്ട്. അത്രമാത്രമേ ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. അബ്ദുള്ളയും ആമിനയും തമ്മിലുള്ള ബന്ധം അത്ര ഉണ്ടായിട്ടുള്ളൂ. അപ്പോഴേക്ക് അബ്ദുള്ള ഷാമിലേക്ക് ഒരു സംഘത്തിന്റെ കൂടെ യാത്ര പോകും. കച്ചവട ആവശ്യത്തിന് മറ്റു യാത്ര പോകും. 3 മാസം പോലും ആയിട്ടില്ലേ കല്യാണം കഴിഞ്ഞിട്ട്. യാത്ര പോയി തിരിച്ചു വരാമെന്ന നിലക്ക് പോകാൻ ആ പോക്കങ്ങനെ പോയി ഷാമിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് മദീനയിലൂടെയാണ് കടന്നു വരുന്നത്. മദീനയിലാകട്ടെ ഇദ്ദേഹത്തിന്റെ, അതായത് അബ്ദുള്ളയുടെ കുടുംബക്കാർ, പ്രത്യേകിച്ചും അമ്മാവന്മാര്, ബനൂ നജ്ജാർ ഗോത്രത്തിലുള്ള അമ്മാവന്മാരൊക്കെ താമസിക്കുന്നത് മദീനത്താണ്. വരുന്ന വഴിയിൽ അദ്ദേഹം രോഗാതുരനായി.
ഒന്നും ചെയ്യാൻ കഴിയാത്ത വിധം, നടക്കാനോ എഴുന്നേക്കാനോ കഴിയാത്ത വിധം അദ്ദേഹം പ്രയാസപ്പെട്ടു. അങ്ങനെ ബനു നജ്ജാർക്കാർ അദ്ദേഹത്തെ പരിചരിക്കാൻ ശ്രമിച്ചെങ്കിലും അവിടെ വെച്ച് അദ്ദേഹം മരണപ്പെട്ടു. സ്വാഭാവികമായും ഈ 2-2.5 മാസത്തിനിടക്കുള്ള ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തുണ്ടായിട്ടുണ്ട്? അമീന ബീവി ഗർഭം ധരിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ പറഞ്ഞത്, തങ്ങളെ സ്നേഹിക്കാൻ ഒന്നാമത്തെയും പ്രഥമ കാര്യവുമായിട്ടുള്ള സ്ഥാനം ഇതിന് കൊടുക്കണം. എന്തുകൊണ്ട്? ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിക്ക് വാപ്പ നഷ്ടപ്പെട്ടാൽ യതീമായി അവൻ പിറന്നാൽ പോലും കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ ഉണ്ടാവും, അല്ലെ? കാണിച്ചു കൊടുക്കാൻ ഫോട്ടോ ഉണ്ടാവും. ഞാൻ അപ്പുറത്ത് അവർ ജീവിക്കുന്ന വീഡിയോസ് കാണിച്ചു കൊടുക്കാൻ പറ്റും. താങ്കൾ എൻ്റെ ഒപ്പാക്കുന്ന അന്ധകാലം, അതായത് തങ്ങൾ അന്നത്തെ കാലത്ത് ഒന്നും ഒരു തെളിവായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. അമിന ഉമ്മ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഒഴികെ. പക്ഷെ അമിന ഉമ്മക്കാണെങ്കിൽ കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും തിരിച്ചു വന്നപ്പോൾ മദീനയിൽ വെച്ച് മരണപ്പെടുന്നു. പിന്നീട് ആമിന ഉമ്മ ഈ ഗർഭങ്ങനെ കാലം കൊണ്ട് നടക്കുകയാണ്, കുഞ്ഞു പിറക്കുകയാണ്. ഇതേപോലെ ഒരു തിങ്കളാഴ്ച രാവിലെ, ഈ തിങ്കളാഴ്ച, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാൻ ഏറ്റവും പ്രയോറിറ്റി കൊടുത്തിരുന്നത് തിങ്കളാഴ്ച. ഞാൻ ഒരുപാട് പറഞ്ഞു വെച്ചിരുന്നു, മരണം ഏറ്റവും ഹൈറായി തോന്നേണ്ടതും ആശിക്കേണ്ടതും വെള്ളിയാഴ്ച പോലെ തന്നെ പിന്നീട് ദിവസമാണ് തിങ്കളാഴ്ച. കാരണം ഫീഹി വിലിദു എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഫീഹി, ആ ദിവസം തന്നെയാണ് തൗഫീ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അതിനെ ആഗ്രഹിക്കണം, അതിനു വേണ്ടി തേടലും ഒക്കെ നന്മയാണ്. ഏതായാലും സുബഹിയോടടുത്ത സമയത്താണ്, ഇതിന് തൊട്ട് ഒരു 50 ദിവസങ്ങൾക്ക് മുമ്പാണ്, ഒരു ഫ്ലാഷ് ബാക്ക്, 50 ദിവസങ്ങൾക്ക് മുമ്പാണ്, ഈ കുഞ്ഞ് ജനിക്കുന്നതിന് 50 ദിവസങ്ങൾക്ക് മുമ്പാണ് ആനുവൽ ഫീൽ, ആനക്കരമ വർഷം എന്ന അർത്ഥത്തിൽ നടന്ന ഒരു മഹാസംഭവം. എന്താണ് ആനക്കരമ വർഷം? അന്നത്തെ ഒരു സ്ഥിതിയിൽ മക്കയിലേക്ക് ധാരാളം ആളുകൾ കഅബ തവാഫ് ചെയ്യാനും ഹറമിന്റെ പരിസരത്തും ഒക്കെ തമ്പടിച്ചു കൂടുന്ന സ്ഥിതി ഉണ്ടായി. അതായത് ആരാധനയുടെ ഭാഗമാണ്. അപ്പൊ സ്വാഭാവികമായും അബ്സീനിയൻ രാജാവുണ്ട്, നജ്ജാഷി രാജാവ്. ഈ നജ്ജാഷി രാജാവിന്റെ തന്നെ ഖലീഫയായിട്ടുള്ള യമനിലെ ഒരു രാജാവുണ്ട്, അബ്രഹത്തുൽ ഹബ്ഷ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്ത് ചെയ്തു? മക്കൾക്ക് ഇത്ര കണ്ട് സ്വീകാര്യത കിട്ടുന്നത് തടയിടാൻ എന്തുണ്ട് മാർഗം എന്ന അന്വേഷണത്തിൽ അവസാനം ചെന്നെത്തിയത് സ്വൻആഇൽ ഒരു വലിയ ക്ഷേത്രം പണിയുക എന്ന് അദ്ദേഹം കണ്ടെത്തി. അതിനുവേണ്ട ഒരുക്കങ്ങൾ നടത്തി വലിയ ക്ഷേത്രം ഉണ്ടാക്കി. ആളുകളെ അതിലേക്ക് ആകർഷിപ്പിക്കാൻ പല ഓഫറുകളും ഒക്കെ വെച്ചു. പക്ഷേ ദൗർഭാഗ്യകരം, മക്കയിലേക്കും കഅബയിലേക്കും ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പോലെ സ്വൻആഇലേക്ക് ആരും ചെല്ലുന്നില്ല, കാണാൻ പോകുന്നില്ല. ഇത് മനസ്സിലാക്കിയിട്ട് ഖുറൈശികളിൽപ്പെട്ട ഒരാൾ ഇദ്ദേഹം പാതിരാത്രി ആരും കാണാതെ ആ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. അതിൽ മലമൂത്ര വിസർജനം നടത്തി. എന്നിട്ട് അദ്ദേഹം മലം എന്ത് ചെയ്തു? ചുമരിലപ്പമായിട്ട് തേച്ചേലപ്പാക്കി സ്വൻആഇലെ ക്ഷേത്രത്തിൽ. കാരണം ഇതൊരു റിവെഞ്ച് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രമാണ്. കഅബയിലേക്കുള്ള ആളുകളുടെ താല്പര്യം കുറക്കാൻ ഉണ്ടാക്കിയ ക്ഷേത്രമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിനില്ലാതെയാക്കാനാണ് ഈ ഖുറൈശി പ്രമുഖനായ ആള് അവിടെ പോയിട്ട് അതിൻ്റെ ഉള്ളിൽ മലമൂത്ര വിസർജനം നടത്തി. എന്നിട്ട് കാഷ്ടമായിട്ട് ചുമരിൽ വെച്ചു. നേരം വെളുക്കുമ്പോഴേക്ക് രാജാവ് തടഞ്ഞപ്പോ എത്രയും പെട്ടെന്ന് കഅബ പിടിക്കണമെന്ന് തീരുമാനമെടുത്തു. 60,000-ഓളം വരുന്ന ആളുകളുമായി 9 ഗജവീരന്മാർ, 9 ആനകൾ, അതിൽ ഏറ്റവും തലയെടുപ്പുള്ള ആനപ്പുറത്ത് അബറഹത്ത് കയറാൻ. എന്നിട്ട് 60,000-ഓളം വരുന്ന ആളുകൾ സ്വൻആഇൽ നിന്ന് പുറപ്പെട്ട് മക്കയെ ലക്ഷ്യമാക്കി വന്നു. മക്കയുടെ പരിസരത്തെത്തി. പക്ഷേ മനസ്സിലാക്കിയ പോലെ ചുരുക്കിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. ആ ആനകൾക്ക് ഇവർ തെളിക്കുന്നിടത്തേക്ക്, അവർ വോട്ട് കാണിക്കുന്നിടത്തേക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ മക്കയുടെ പരിസരത്ത് മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് അറബികളാകട്ടെ പേടിച്ചിട്ട് മലയിലേക്കും മറ്റൊക്കെ ഓടിക്കയറി ഒളിച്ചിട്ടുണ്ട്. കാരണം 60,000-ഓളം വരുന്ന ആളുകളാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഒരു ബേജാറിലാണ്. സ്വാഭാവികമായിട്ടും ആ നൃത്തത്തിലാണ് മഹാനായ സ്വഹാബിമാർ കൃത്യമായി രേഖപ്പെടുത്തിയത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് അബാബീൽ പക്ഷി, വിശുദ്ധ ഖുർആൻ തന്നെ സൂറത്ത് പറയുന്നുണ്ട്. ഏതായാലും അബാബീൽ എന്ന ചെറിയൊരു കുഞ്ഞു പക്ഷിയാണ്, ഒരു ചെറിയ കുഞ്ഞു പക്ഷി. കടലമണി പോലത്തെ 3 കല്ലുകൾ വീതം ഓരോ പക്ഷികളും
നല്ല തീച്ചൂളയിൽ എന്താ പറയാ ഒരുപാട് സമയം വേവിച്ചെടുത്ത കടലമണി വലുപ്പത്തിലുള്ള ഈ കല്ലുകൾ ഒന്ന് കുത്തിലും രണ്ടെണ്ണം ഓരോ കയ്യിലും കാലിലുമായിട്ട് ഈ പക്ഷികൾ എന്തെയ്യും പാറി വരും. കാഴ്ചക്ക് കാണാൻ പറ്റാത്തത്ര ചെറുതാണ് ഈ കിളികൾ. ഇവ വരുന്നു, ഇവരുടെ മൃഗങ്ങളെ ഇവരെ തന്നെയും ഇവരുടെ ദേഹത്തിലേക്ക് ഈ കല്ലെറിഞ്ഞുകൊണ്ട് അവരില്ലാതെയായി ഒഴുകിത്തീരുന്ന ചാമ്പലായി തീരുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കൃത്യം നടന്നത് ഹബീബായ തങ്ങളുടെ ജനനത്തിന് 50 ദിവസം മുമ്പാണ്. ഇതുകൊണ്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവുമായി ബന്ധപ്പെട്ട ദിവസത്തിൽ ഒന്നും ആർക്കും ഇവിടെ പറയാൻ കഴിയില്ല. അപ്പൊ ആ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുമ്പായിട്ട് ഒരു കാര്യം നടന്നിട്ടുണ്ട്. മാത്രമല്ല ഇൻഷിഖാഖുൽ ഖമർ, ചന്ദ്രൻ പിളർന്നൊരു സാഹചര്യം നബിയുടെ വഫാത്തോട് അടുപ്പിച്ച് ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് പേർഷ്യക്കാരുടെ അഗ്നി അത് പിന്നെ കെട്ടുപോകുന്ന സ്ഥിതി. കാരണം കാലാകാലങ്ങളായിട്ട് അവർ ആരാധിച്ചു പോന്നിരുന്ന, അതായത് തീയാരാധകർ മറ്റൊക്കെ, അത് അണഞ്ഞു പോകുക എന്നുള്ളത് അശുഭ ലക്ഷണമാണ്. അത് അണഞ്ഞു പോകുക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അശുഭമാണ്. അപ്പൊ അത്രയും കാലം അവർ സംരക്ഷിച്ചു പോന്നിരുന്ന ഈ തീ കൊണ്ടാണ് എന്ത് ചെയ്തു? ഹബീബിന്റെ വഫാത്തോട് അടുപ്പിച്ച് ആ അഗ്നികുണ്ഡം ആരും ശ്രമം നടത്തിയല്ല, അത് തനിയെ കെട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല മക്കയെ വലയം വെച്ച് ഹബീബായ തങ്ങൾ പ്രസവിക്കുന്നതിന്റെ കുറഞ്ഞ നാളുകൾക്ക് മുമ്പ് മക്കയെ വലയം വെച്ചുകൊണ്ട് നല്ല പ്രകാശ ധവളിവ രൂപപ്പെട്ടിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും. ഏതായാലും നാം പ്രസവിക്കുന്നു, തിങ്കളാഴ്ചയാണ്. അബ്ദുൽ മുത്തലിബ് സന്തോഷിക്കുന്നു. അതിൽ ഒരുപാട് ആളുകൾ സന്തോഷിച്ചു. അബൂലഹബ് അടക്കം സന്തോഷിച്ചു. അതുകൊണ്ടാണ് അബൂലഹബിനെ ആ ദിവസത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ നരകത്തിലും അദ്ദേഹത്തിന് ആശ്വാസം തിങ്കളാഴ്ച കിട്ടും. കാരണം ആ തിങ്കളാഴ്ച ദിവസം പിന്നെ ആസ്വദിച്ചതിന്റെ പേരിൽ, അതിനെ സന്തോഷത്തോടെ വരവേറ്റതിന്റെ പേരിലും, തനിക്കുണ്ടായിരുന്ന സുബൈബയെ മോചിപ്പിച്ചതിന്റെ പേരിലും നരകത്തിലും അദ്ദേഹത്തിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ച എന്ന് കാണാൻ പറ്റും. ഒന്നാണ് ചുറ്റി വിശ്വസിക്കാത്ത ഒരാൾക്ക് പോലും നബിയുടെ ജന്മത്തിൽ സന്തോഷിച്ചതിന് ഇത്രമേൽ നരകത്തിൽ ചെന്നപ്പെട്ട ആൾക്ക് പോലും ആശ്വാസമാണ് മുഹമ്മദ് റസൂലുള്ളാഹി വിശ്വസിക്കുന്നു. സുന്നത്ത് നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുക്കുന്നു. എന്നിട്ടാണ് നമ്മൾ ഹബീബായ തങ്ങളുടെ ജനനത്തിൽ പിന്നെ സന്തോഷിക്കുന്നതും സന്തോഷം കണ്ടെത്തുന്നതും ഒക്കെ. അപ്പൊ അതിനെ എതിരെ നിൽക്കുന്ന കുറെ ആളുകൾ ഉണ്ടാകും. അത് കാലാകാലങ്ങളായിട്ട് അതിന്റെ പിന്നെ എന്താ പറയാ രസം കുറയ്ക്കാനുള്ള ഒരുപാട് പണികൾ ചുറ്റുപാടൊക്കെ നടക്കും. പക്ഷെ നമ്മൾ പിന്മാറരുത് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കാം. ഏതായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതായാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് നേരെ കഅബയുടെ ഉള്ളിൽ കയറി ശുക്രിന്റെ സാഷ്ടാംഗം ചെയ്യുന്നത്. സുജൂദ് എന്നൊന്നും പറഞ്ഞില്ല, സുജൂദിൽ കിടക്കുന്നതിന് സമാനമാണ് ഈ സാഷ്ടാംഗം. അതങ്ങനെ കിടന്നിട്ട് നന്ദി ചെയ്യുന്നുണ്ട്. മുഹമ്മദ് എന്ന പേരിട്ടതും ആരാണ്? അബ്ദുൽ മുത്തലിബ്, അതായത് ഉല്ലിമ. ആ പേര് സ്തുതിക്കപ്പെടുന്ന എന്നർത്ഥത്തിലുള്ള ഒരു പേരാണ്. ആ പേരിനെ അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് പിൽക്കാലത്ത് ആ വ്യക്തിത്വത്തെ ആലോകം സ്വീകരിച്ചത്. അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കാര്യം എന്നാൽ കൂടി സൂചനയിലേക്ക് ആ വിഷയം പോവുകയാണ്. പ്രസവം കഴിഞ്ഞു. ആദ്യത്തെ കുറഞ്ഞ കാലം മാത്രമാണ് ആമിന അമ്മ ഈ മോനെ പരിചരിക്കുന്നത്. പിന്നീട് അറേബ്യൻ നാട്ടിലെ ഒരു സിസ്റ്റമാണ് കുട്ടികളെ മുലകുടിക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നത്. ആ ഏൽപ്പിച്ചു കൊടുക്കൽ പലരും വന്നെങ്കിലും പല സ്ത്രീകളും സഅദിയ ഗോത്രത്തിലുള്ള ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. ഹലിമ ബീവി അടക്കം പലരും വന്നു. മക്കയിലെ ഈ നഗരപ്രദേശത്തെ കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി എല്ലാവരും അവരവർ പ്രയോറിറ്റി കൊടുത്തത് കുട്ടിക്കെല്ലാം, കുട്ടിയുടെ ഫാമിലിക്കാണ്. പൈസ ഉണ്ടോ, പൈസക്കാരുടെ മക്കളെ ഏറ്റവും വേഗം എല്ലാവരുടെയും ദത്തെടുത്ത് പോയി. ഏറ്റവും അവസാനം ഹലിമ ബീവിക്ക് ആകെ മുമ്പിലുണ്ടായിരുന്നത് യതീമായ മുഹമ്മദ് റസൂലുള്ളാഹി ആരുമില്ല, തന്റെ മുമ്പിൽ വേറെ ആരുമില്ല. അങ്ങനെ ഹലിമ ബീവി റസൂലുള്ളാഹിന്റെ അടുക്കലെത്തി. അപ്പൊ ഇതിലെന്തെങ്കിലും നേട്ടം കാണും, ഒരു അനാഥനല്ലേ, അപ്പൊ സ്വാഭാവികമായിട്ടും അതിലെന്തെങ്കിലും അനുഗ്രഹം കാണും എന്ന് കരുതിയിട്ട് ഹലിമ ബീവി ഹബീബായ തങ്ങളെ ഏറ്റെടുക്കാൻ ആ പോകുന്ന കൂട്ടി ഒന്നിച്ചു പുറപ്പെട്ട യാത്രാ സംഘത്തിലെ ഏറ്റവും അവസാനം മക്കയിലെത്തിയ ആളായിരുന്നു ഹലിമ ബീവി. മനസ്സിലാക്കണേ, ഒന്നിച്ചു പുറപ്പെട്ട യാത്രാ സംഘത്തിലെ ഏറ്റവും അവസാനം മക്കയിലെത്തിയ ആളാണ് ഹലിമ ബീവി. അതുകൊണ്ടാണ് റസൂലുള്ളാഹിനെ കിട്ടിയത്.
മനസ്സിലായില്ല? അല്ലെങ്കിൽ അവര് വേറെ ആരെങ്കിലും പാമ്പെന്ന സമ്പത്തുള്ള തറവാട്ടിലെ മക്കളെ ഏറ്റെടുക്കുമായിരുന്നു. എല്ലാവരും ഏറ്റെടുത്ത് ബാക്കി വന്നതാണ് ആര്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും അവസാനത്തെ അതിന്റെ കാരണം മുടന്തനായ ഒരു കഴുത, ഏറ്റവും ചാപാലി എന്നൊക്കെ പറയുന്നത്, ഏറ്റവും നടക്കാനൊന്നും കഴിവില്ലാത്ത പിന്നെ കഴുതപ്പുറത്താണ്. എന്നാൽ ഇവിടെ നിന്ന് തിരിച്ച് മക്കളുമായിട്ട് പുറപ്പെട്ട യാത്രാ സംഘത്തിൽ ഏറ്റവും ആദ്യം തന്നെ നാട്ടിലെത്തിയതാണ് കാരണം ആദ്യം യാത്ര ചെയ്ത കഴുതയാണെന്ന് പോലും തോന്നൂല. ആ വിധം നല്ല ഉന്മേഷം കൊണ്ടെടുത്ത കഴുത വേഗത്തിൽ ചെന്നു. അന്ന് യാത്ര ചെയ്തവർക്ക് പറയുന്നത് ഞങ്ങൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. മാത്രമല്ല പൊരി വെയിലത്താണ് മറ്റു യാത്രക്കാരൊക്കെ യാത്ര ചെയ്തതെങ്കിൽ ഹലീമ ബീവി പിന്നെ സഞ്ചരിക്കുന്ന ഈ മൃഗത്തിന് മുകളിലായിട്ട് ഇങ്ങനെ മേഘം തണലിട്ടുകൊണ്ടേയിരിക്കണം. ഒരു ക്ഷീണവും ആ കുഞ്ഞിനോ യാത്രക്കാരിയായ ഹലീമക്കോ ഇല്ലാത്ത വിധം അങ്ങനെ അവരോട് എത്തിച്ചേർന്നു. ആ നിലക്ക് അവിടെ എത്തിച്ചേർന്ന ശേഷം ഹലീമ ബീവി കുഞ്ഞിനെ 2 വർഷക്കാലം തൻ്റെ മകന്റെ സ്ഥാനം കൊടുത്തോ അതിനപ്പുറം സ്ഥാനം കൊടുത്തോ നന്നായിട്ട് പോറ്റി വളർത്തി. ഈ 2 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചെത്തിക്കുന്നത്. ഇതിനൊക്കെ കുറെ സംഭവങ്ങൾ ഉണ്ടാകുന്നു. പറഞ്ഞാൽ നമ്മൾ 24 ദിവസത്തിലേക്ക് വീക്ഷണം എവിടേക്കും എത്തൂല എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഇത് തന്നെ നിൽക്കണം എന്നുള്ളത് കൊണ്ട് ഹ്രസ്വമായിട്ട് അവതരിപ്പിക്കാം. ഏതായാലും ഈ 2 വർഷങ്ങൾക്ക് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുഞ്ഞുമോനെ തിരിച്ചേൽപ്പിക്കാൻ വരുന്നു. പക്ഷെ തിരിച്ചേൽപ്പിക്കുമ്പോൾ എഗ്രിമെന്റ് കഴിഞ്ഞതിനെ തുടർന്നാണ് തിരിച്ചേൽപ്പിക്കുന്നത്. ആ കൂട്ടത്തിൽ പറയുന്നത് കുറച്ചു കാലം കൂടെ ഞാൻ നോക്കട്ടെ. എഗ്രിമെന്റ് പുതുക്കി വീണ്ടും ഹലീമ ബീവി തന്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത് ഏകദേശം 4 വയസ്സോളം 1 മുതൽ 4 വയസ്സ് വരേക്കും ഹലീമ സഅദിയ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ ഇതിനെ നോക്കി തുടരും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുസ്തഫ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം മനസ്സിലാക്കാൻ, അതുവഴി ഒരുപാട് സ്നേഹം നൽകാൻ കൊടുക്കാൻ വരാനും അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ ഉദ്യമം ഏറ്റവും ഇഖ്ലാസോടെ സ്വീകരിക്കണേ. ഇതുവഴി ഈ ക്ലാസ്സിലൂടെ കേൾക്കുന്നതിലൂടെ പറയുന്നതിലൂടെ അനുഭവിക്കുന്നതിലൂടെ നിങ്ങൾ ലക്ഷ്യം കണ്ടെന്തോ അത് നീ സാധിപ്പിച്ചു തരണം. ഞങ്ങൾക്ക് ഞങ്ങളെക്കാൾ ഭാര്യയെക്കാളും മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും വേണ്ടപ്പെട്ടവരെക്കാളും മുസ്തഫായ നബിയെ 1-ാം സ്ഥാനത്ത് നിർത്തി സ്നേഹിക്കാനും അവിടുത്തെ സുന്ദരകളെ ജീവിതത്തിൽ പകർത്താനും ഈ ക്ലാസ് കാരണമാണ്. നിസ്കാരവും മറ്റും റൂട്ടിൽ കയറ്റി തന്ന ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കണം. ജീവിച്ചിരിക്കുന്നവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണം. മരണപ്പെട്ടവർക്ക് നീ സ്വർഗ്ഗം നൽകണം.